ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മിക്കവാറും വീടുകളിൽ കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ് വീടിന്റെ ഉൾവശത്തേക്ക് ലീക്ക് ഇറങ്ങിയിട്ട് അത് ചുമരൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ്. അപ്പൊ ഈ ഒരു വീട് നമ്മൾ ഏകദേശം ഒരു 8.5 വർഷം മുന്നേ നമ്മൾ പുട്ടി വർക്ക് ചെയ്ത് പെയിന്റിങ് വർക്ക് ചെയ്ത ഒരു വീടാണിത്. അപ്പോൾ അതിന്റെ ഉൾവശം ലീക്ക് ഇറങ്ങിയിട്ട് ഫുള്ള് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. മെയിനായിട്ട് വരുന്നത് ഈ ബാത്റൂമിന്റെ അടുത്ത് വരുന്ന ചുമര് അതൊക്കെ ലീക്ക് ഇറങ്ങിയിട്ട് കംപ്ലൈന്റ് ആയി പോകുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ ക്ലിയർ ആക്കിയിട്ട് പരിഹരിക്കാം എന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ പൊളിഞ്ഞു പോരുന്നതൊക്കെ ഫുള്ള് ക്ലീൻ ആയിട്ട് കുത്തി അടർത്തി എടുക്കണം. അങ്ങനെ കുത്തി അടർത്തി എടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ 1-2 മാസം കഴിയുമ്പോഴേക്കും പിന്നെയും കംപ്ലൈന്റ് ആയി വരും. അപ്പൊ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് പോരുന്നതൊക്കെ കുത്തി അടർത്തി എടുക്കണം. പിന്നെ അതിനുശേഷം നമുക്ക് ഇതിന് മുകളിൽ വാട്ടർ പ്രൂഫ് അടിക്കണം. സ്മാർട്ട് കെയർ ഹൈഡ്രോലോക്ക് എന്ന് പറഞ്ഞ ഏഷ്യൻ പെയിന്റിന്റെ വാട്ടർ പ്രൂഫാണ് നമ്മളിവിടെ അടിക്കുന്നത്. അത് നമ്മൾ 2 കോട്ട് തന്നെ അടിക്കണം. അത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിലേക്ക് വെള്ളമൊന്നും കൂട്ടി അടിക്കരുത്, ലൂസാക്കിയിട്ട് അടിക്കരുത്. നല്ല ടൈറ്റായിട്ട് തന്നെ 2 കോട്ട് അടിച്ച് കൊടുക്കുക. ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞാൽ നല്ലതുപോലെ ഉണങ്ങി കിട്ടും. അതിനുശേഷം സെക്കൻഡ് കോട്ട് അടിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, അതിന് മുകളിൽ വാൾ കെയർ പുട്ടി. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബർജറിന്റെ വാൾ കെയർ പുട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഉള്ളിലേക്ക് വലിഞ്ഞു പോവും. ചുമരിന്റെ ഒരേ ലെവലിക്ക് നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്, ഫസ്റ്റ് കോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് അതിന് മുകളിൽ പുട്ടി ഇട്ട് കൊടുക്കുക. അപ്പോഴേ നമുക്ക് ചുമരിന്റെ മുകൾ ഭാഗത്തേക്കൊന്ന് പൊന്തി നിൽക്കുന്ന രീതിയിൽ ആവുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഏകദേശം നമുക്ക് ഒരു ദിവസം കഴിഞ്ഞാലേ നമുക്ക് പുട്ടി ഒരതാൻ കഴിയുള്ളൂ. അത് ഒരതി മിനുസമാക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത്. ഏകദേശം ഈ ഒരു വീട് 3000 മുകളിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത്. അപ്പൊ അതിന്റെ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് റീപെയിന്റിംഗ് ആണ്. ഏകദേശം 8 വർഷം മുന്നേ നമ്മൾ ചെയ്തൊരു വർക്ക് തന്നെയാണിത്. പിന്നെ ഇതുപോലെ നല്ലതുപോലെ ഒരതി മിനുസാക്കിയിട്ട് ഇതുപോലെ നമുക്ക് പഴയ ചുമരിന്റെ അതേ ലെവലിക്ക് ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ഒരു കോട്ട് പ്രൈമർ അടിച്ചു കൊടുക്കുക. അപ്പൊ ഇന്റീരിയർ പ്രൈമർ അടിക്കുക, ഏതായാലും കുഴപ്പമില്ല. അത് നമ്മൾ ഫസ്റ്റ് ഒരു കോട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യണത്, ഇതിന് ഏത് കളറാണോ നമ്മൾ പെയിന്റ് ചെയ്യണത് അത് 2 കോട്ട് അടിച്ച് കൊടുത്താൽ മതി. അപ്പൊ നമ്മളിവിടെ ചെയ്യണത് ഓഫ് വൈറ്റ് കളറാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ പണ്ടത്തെ പോലെ ഒരുപാട് ഡാർക്ക് കളറൊന്നും അടിച്ചുകൊണ്ട് ചെയ്യാറില്ല. അപ്പൊ നമ്മളിവിടെ ഒരു ഓഫ് വൈറ്റ് കളർ തന്നെയാണ് ചെയ്യണത്. അത് നമ്മൾ 2 കോട്ട് അടിച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ പുട്ടി വർക്ക് ചെയ്യുക. അപ്പോൾ ലീക്കും കാര്യങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്ത ആ ഒരു ബെഡ്റൂമിന്റെ ഭാഗം. അപ്പൊ ഈ ഒരു വീടിന്റെ ഉൾവശം നമ്മൾ ഫുള്ളാക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബെഡ്റൂമിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ.